മോനെ മനു, എന്താ മുത്തച്ഛ? മഴ ഇന്നും അധികം തീർന്ന മട്ടില്ല അല്ലേ? ഇപ്പോഴും ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ മുത്തച്ഛ, ഇന്ന് മുത്തച്ഛൻ എനിക്ക് ഒരു കഥ പറഞ്ഞു തരാമോ? പിന്നെന്താ, മോന് ആരുടെ കഥ വേണം? എന്ത് തരം കഥ വേണം? എനിക്കൊരു രാജാവിൻ്റെയും ഒരു റാണിയുടെയോ രാജാവിൻ്റെ ഒരു കഥയോ പറഞ്ഞു തരാമോ? പിന്നെന്താ? അപ്പോൾ മോൻ കേട്ടോളൂ. ഒരിടത്ത് ഒരു വലിയ രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്തിൽ ഒരു രാജാവ്. എന്താ രാജ്യത്തിൻ്റെ പേര്? രാജ്യത്തിൻ്റെ പേര് ശക്തിപുരം. രാജാവിൻ്റെയോ? രാജാവിൻ്റെ പേര് ശക്തിധരൻ. ഓ, പേര് കേൾക്കുമ്പോൾ തന്നെ എന്ത് ഗാംഭീര്യം അല്ലേ മുത്തച്ഛ? അതെ, ശക്തിപുരത്തെ ശക്തിധരൻ രാജാവ്. അദ്ദേഹത്തിന് 6 മക്കളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരുപാട് പ്രായമായി. 5 ആൺമക്കളും ഒരു മോളും. 5 ആൺമക്കളും കല്യാണമെല്ലാം കഴിഞ്ഞു. അദ്ദേഹത്തെ പോലെ തന്നെ വലിയ ധൈര്യശാലികളും അതുപോലെ നല്ല പൊക്കവും വണ്ണവുമെന്ന് വെച്ചാൽ ശക്തരാണ്. ആയുധ കലകളൊക്കെ അഭ്യസിച്ച് ശക്തരായ നല്ല യോദ്ധാക്കളെ പോലെ ഇരിക്കും ഓരോ രാജകുമാരന്മാരും. പക്ഷെ രാജാവിന് ഒരു വിഷമമുണ്ട്. അതെന്താ മുത്തച്ഛ ഇത്രയും ശക്തനായ രാജാവിന് വിഷമം? ആ രാജാവിന് ഒരു മകളുണ്ടെന്ന് പറഞ്ഞല്ലോ, 6ാമത്തെ പുത്രി. ഇവരുടെ എല്ലാം 5 സഹോദരങ്ങൾക്കും ഒരു അനുജത്തി. ആ അനുജത്തിക്ക് മാത്രം കല്യാണം ആയിട്ടില്ല. അതിനെന്താ മുത്തച്ഛ? വലിയ രാജാവല്ലേ, അപ്പോൾ ഒരു കല്യാണം നടത്തി കൊടുക്കാമല്ലോ. പണ്ട് കാലത്ത് സ്വയംവരം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്വയംവരമോ എന്ന് വെച്ചാൽ എന്താ മുത്തച്ഛ? സ്വയംവരം എന്നാൽ കല്യാണത്തിൻ്റെ മറ്റൊരു രീതിയാണ് സ്വയം വരിക്കുക. അതായത് പെൺകുട്ടികൾ തന്നെ കല്യാണ സമയത്ത് രാജ്യസഭയിൽ ഒരുപാട് വേറെ രാജ്യത്തു നിന്നുള്ള രാജകുമാരന്മാർ വന്നിരിക്കും. അവർ പല കാര്യങ്ങളും അഭ്യാസങ്ങളുമൊക്കെ ചെയ്യും. അതിൽ ആ രാജകുമാരിക്ക് ആരെയാണോ ഇഷ്ടം, രാജകുമാരി അവർക്ക് ഒരു മാലയണിഞ്ഞ് അവരെ സ്വീകരിക്കും. അപ്പോൾ രാജകുമാരി സ്വയം അവരെ വരിക്കുക, അതായത് മാലയിട്ട് അവരെ സ്വീകരിക്കുക. ആരെയാണോ മാലയിട്ട് സ്വീകരിക്കുന്നത് ആ ആൾക്ക് രാജാവ് പിന്നെ നല്ല രീതിയിലൊരു കല്യാണം നടത്തി കൊടുക്കും. അതാണ് സ്വയംവരത്തിൻ്റെ ചെറിയൊരു ഇത്. ഓക്കെ, ശരി മുത്തച്ഛ, മനസ്സിലായി. സ്കൂളിൽ പോകുമ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ അറിയാം, ഓക്കെ എന്നൊക്കെ അല്ലേ മോനെ? സ്കൂളിൽ നല്ല പഠിക്കും. എനിക്ക് ഇംഗ്ലീഷിൽ നല്ല മാർക്കുണ്ട് മുത്തച്ഛ. ശരി, അപ്പോൾ ബാക്കി പറയും മുത്തച്ഛ, കഥ കേൾക്കട്ടെ. ബാക്കി എന്താ ഇതിലിനിപ്പോൾ സംഭവം? അപ്പോൾ നമ്മൾ സ്വയംവരത്തിൻ്റെ കാര്യം പറഞ്ഞു. രാജാവിൻ്റെ ദുഃഖം എന്തെന്നാൽ ഒരുപാട് സ്വയംവരങ്ങൾ രാജാവ് നടത്തി. പക്ഷേ രാജകുമാരിക്ക് അങ്ങനെ ആരെയും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതെന്താ മുത്തച്ഛ അതിന് കാരണം? അവരാരും വീരരും യോദ്ധാക്കളും ഒന്നും അല്ലേ. എല്ലാവരും വരുന്നവരെല്ലാം യോദ്ധാക്കളുമാണ്. രാജകുമാരിക്ക് എന്തോ അത്ര അങ്ങോട്ട് ആരെയും ഇഷ്ടപ്പെടുന്നില്ല. അതിൽ രാജാവിനും അവിടുത്തെ റാണിക്കും എല്ലാം ഒരു വിഷമമുണ്ട്, മോൾക്ക് ഇതുവരെ കല്യാണമാകാത്തത് കൊണ്ട്. പിന്നെന്തായി? അപ്പോൾ ഒരു സ്വയംവരം കൂടെ നടത്തി. ആ സമയത്തും സ്വയംവരത്തിൻ്റെ കുറേ കാര്യങ്ങൾ രാജാവിന് ആ പേര് പോലെ തന്നെ ശക്തരായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അവിടെ ഒരു 7-8 പേര് ഇപ്രാവശ്യവും വന്നിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അഭ്യാസങ്ങൾ കാണിച്ചു. വലിയ വലിയ കല്ലുകളെടുത്ത് പൊക്കി അഭ്യാസ മുറകൾ കാട്ടി, പലതരം യുദ്ധമുറകൾ കാട്ടി, പല കാര്യങ്ങളിലും എല്ലാ അഭ്യാസങ്ങളും. ഇതുപോലെ തന്നെ ഇവരുടെ രീതിയിൽ ഒരു ചോദ്യങ്ങളും രാജകുമാരി ചോദിക്കുമായിരുന്നു. രാജകുമാരി അന്നും ഓരോ വന്നിരുന്ന രാജാക്കന്മാരോട് ഓരോ ചോദ്യം ചോദിച്ചു. രാജകുമാരിക്ക് വിചാരിക്കുന്ന തരത്തിൽ മനസ്സിന് തൃപ്തിയാകുന്ന ഒരു ഉത്തരം പറയുകയാണെങ്കിൽ അവരെ സ്വയംവരത്തിൽ കല്യാണം കഴിക്കാനുള്ളൊരു സമ്മതം കൊടുക്കാനാണ് രാജകുമാരിയുടെ ഒരു നിബന്ധന. അപ്പോൾ അന്ന് ഒരു 9 പേര് വന്നിരുന്നു. അതിലൊരു 8 പേരെടുത്ത് ചോദിച്ചതിൽ നിന്നും രാജകുമാരിക്ക് വലിയ തൃപ്തിയില്ല. പിന്നെ എന്തുണ്ടായി? രാജകുമാരിക്ക് ഒരു ചെറുപ്പക്കാരനെ ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം
ആവശ്യത്തിനുള്ള യുദ്ധമുറകളും അല്ലെങ്കിൽ അഭ്യാസങ്ങളും കാര്യങ്ങളും കാണാനും എല്ലാം ഒരു സുന്ദരനായിട്ട് രാജകുമാരിക്ക് തോന്നി. പക്ഷേ ആ ഒരു ചോദ്യം ചോദിച്ചതിൽ രാജകുമാരിക്ക് ഒരുപാട് ഇഷ്ടമായി. അത് രാജാവും റാണിയും രാജകുമാരിയുടെ മുഖത്തിൽ നിന്നും മനസ്സിലാക്കി. അപ്പോൾ എന്താണ് മുത്തച്ഛ ആ ഒരു ചോദ്യം രാജകുമാരിക്ക് ഇഷ്ടപ്പെട്ടത്? അത് വലിയ ഒരു കാര്യമില്ല. രാജകുമാരി ചോദിച്ചത് പലരോടും പല ചോദ്യങ്ങളും ചോദിച്ചപ്പോൾ മറ്റുള്ള രാജകുമാരന്മാരെല്ലാം ശക്തമായ കാര്യങ്ങളും ശക്തിയിലൂടെ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുന്നതും കീഴ്പ്പെടുത്തുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. പക്ഷേ ഇദ്ദേഹം മാത്രം ഒരു വ്യത്യസ്തമായ ഒരു ഉത്തരമാണ് നൽകിയത്. അതെന്താ മുത്തച്ഛ ആ വ്യത്യസ്തമായ ഉത്തരം? അതായത് ഇങ്ങനെ യുദ്ധത്തിനൊരുങ്ങി വരുന്ന ആൾക്കാരായാലും മറ്റ് പല കാര്യങ്ങളായാലും നമ്മുടെ രാജ്യത്തിനുൾപ്പെടെ ആയാലും പ്രജകളോടായാലും കൂട്ടാളികളോടായാലും എല്ലാം ശാന്തമായ രീതിയിൽ സംസാരിക്കുകയും അവർക്ക് അവരുടേതായ രീതിയിലുള്ള അംഗീകാരം കൊടുക്കുകയും ചെയ്യണമെന്നായിരുന്നു രാജകുമാരൻ്റെ ഉത്തരം. സ്ത്രീകളോടുള്ള ഒരു ചോദ്യം ചോദിച്ചതിന് സ്ത്രീകളെ ബഹുമാനത്തോടു കൂടിയും അവർക്ക് എന്നും സന്തോഷമുളവാക്കുന്ന രീതിയിലും അവർക്ക് സർവ്വ സ്വാതന്ത്ര്യം കൊടുക്കുകയും അവരുടെയും രാജകാര്യങ്ങളിലും മാത്രമല്ല അവരുടെ ഓരോ മേഖലയിലും അവരെയും മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള രീതിയിലൊരു ഉത്തരമാണ് ശാന്തമായി ആ രാജകുമാരൻ പറഞ്ഞത്. ആ വാർത്ത കേട്ടതിൽ മറ്റൊന്നും ചിന്തിക്കാതെ രാജകുമാരി രാജാവിനെയും റാണിയെയും നോക്കി തലയാട്ടി സമ്മതം കൊടുത്ത് മാല അദ്ദേഹത്തിന് അണിഞ്ഞു. അങ്ങനെ ആ സ്വയംവരത്തിൽ രാജാവിനും റാണിക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ വളരെ നല്ല രീതിയിൽ ആ ഒരു കല്യാണം ആ രാജകുമാരന് നടത്തി കൊടുത്തു. അതുപോലെ തന്നെ ഈ രാജാവിനും ഒരുപാട് പ്രായമായി വരുന്നതിനാൽ രാജ്യത്തിൻ്റെ പകുതി തന്നെ ഈ രാജകുമാരിക്ക് രാജാവ് എഴുതി കൊടുത്തു. മറ്റ് 5 സഹോദരങ്ങളോട് സമ്മതത്തോടു കൂടി. ഇത് വലിയൊരു രാജ്യമായിരുന്നു. അപ്പോൾ അതിൽ തന്നെ പകുതിയോളം കൊടുത്തു. അവർക്കെല്ലാവർക്കും അത്രയും ഇഷ്ടമായിരുന്നു മോളെയും ആ സഹോദരിയെയും മറ്റുള്ള സഹോദരങ്ങൾക്ക്. അപ്പോൾ ഇതിൽ പിന്നെ എന്താ ഈ രാജാവ് ചെയ്തത്? ആ രാജകുമാരൻ ആ പകുതി രാജ്യത്തിൻ്റെ രാജാവാവുകയും രാജകുമാരിയോട് സംസാരിച്ച് പുതിയ രാജ്യത്തിന് അവർ എന്ത് പേരിട്ടു? ശാന്തിപുരം എന്ന് പേരിട്ടു. ശാന്തിപുരം എന്നുള്ളൊരു പേരാണ് ഇട്ടത്. അപ്പോഴേ നമ്മുടെ ഈ രാജാവും ഇവരെ സഹോദരങ്ങളൊക്കെ ചോദിച്ചു, എന്താ നമ്മുടെ പാരമ്പര്യത്തിനനുസരിച്ചുള്ള അനുയോജ്യമായൊരു പേരല്ലേ ഈ രാജ്യത്തിന് ഇടേണ്ടത്? അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. നമുക്ക് ശാന്തിപുരം എന്നുള്ളൊരു പേര് മതി. അത് ദിവസവും നമ്മുടെ രാജ്യത്തിൻ്റെ പേര് കേൾക്കുമ്പോഴും രാജ്യത്തുള്ളവർക്കും ഒരു ശാന്തമായ ഒരു രീതിയായിരിക്കും തോന്നുന്നത്. അപ്പോൾ ആ ശാന്തതയിൽ ഒരു നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാകും. അപ്പോൾ മറ്റുള്ള രാജ്യക്കാർക്ക് നമ്മുടെ രാജ്യത്തിന് വളരെ ചെറുതായിട്ട് തോന്നുകയും ഒരു ആക്രമണ സ്വഭാവം ഉണ്ട്. അപ്പോൾ എന്താണ് രാജകുമാരൻ നൽകിയ ഉത്തരം? രാജകുമാരൻ പറഞ്ഞു, ശാന്തതയും ശാന്തിയും ഉള്ളിടത്ത് അവിടെ ഉള്ളവർ അശക്തരാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു തോന്നൽ വേണ്ട. ശാന്തി ഉള്ളിടത്ത് നമ്മൾ എപ്പോഴും ശാന്തമായ രീതിയിലും രമ്യതയിലും സന്ധിയിലും കാര്യങ്ങളെ കൈകാര്യം ചെയ്യും. പക്ഷേ അതിനർത്ഥം അവരൊരിക്കലും അശക്തരല്ല എന്നും സ്നേഹവും ശാന്തിക്കുമാണ് മുൻതൂക്കം നൽകേണ്ടത്. ശാന്തതയിലും ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്ത് ശക്തമായിരിക്കണം എന്നുള്ള ആ രാജകുമാരൻ്റെ വാക്ക് കേട്ടപ്പോൾ ഈ രാജാവിന് ഒരുപാട് സന്തോഷവും തൻ്റെ മകൾ സ്വീകരിച്ച ഭർത്താവ് വളരെ നല്ലൊരു ആളായി ഈ ലോകത്ത് അറിയപ്പെടുമെന്ന് ആ രാജാവിനും റാണിക്കും പിന്നെ അവരുടെ മറ്റുള്ള ആൺമക്കൾക്കും തോന്നി. അവർ അങ്ങനെ സന്തോഷത്തോടെ ഒരുപാട് കാലം യുദ്ധമൊന്നുമില്ലാതെ ജീവിച്ചു. കൊള്ളാലോ മുത്തച്ഛ, നല്ല കഥയാണല്ലോ.